Hi friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഒരു പക്കാവടയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് കുതിർത്ത് ഇതുപോലെ തരിയില്ലാണ്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു 2 കപ്പ് എടുക്കേണ്ടി വരും. അതേ കപ്പിന് 1 കപ്പ് കടലമാവ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിന് കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ കട്ടയില്ലാണ്ട് എല്ലാം ഒന്ന് കടലപ്പൊടിയിലൊക്കെ ചെറിയതായിട്ട് കട്ട ഉണ്ടാവും, അതെല്ലാം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. ഇത് പച്ച പൊടിയാണ്, വറുത്തതല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ഒഴിക്കുക. ഞാൻ പിരിയൻ മുളകും നമ്മുടെ സാധാരണ മുളകും കൂടെ ചേർത്ത് പൊടിച്ച മുളക് പൊടിയാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എരിവ് പാകത്തിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പക്കവടയ്ക്ക് നല്ലൊരു കളറും കിട്ടും. റെഡിമെയ്ഡ് പൊടിയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ പച്ചരി പൊടിച്ചുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നന്നായിരിക്കും. ഈ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ അളവിന് എണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കാവടയ്ക്കുള്ള മാവ് ഇവിടെ തയ്യാറായി. ഇനിയിപ്പോൾ ഇത് സേവനാഴിയിലോട്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേവനാഴി റെഡിയാണ്. ഇതുപോലത്തെ ചില്ലാണ് ഇത് പക്കാവടയ്ക്ക് വേണ്ടി എടുക്കേണ്ടത്. ഓരോ സേവനാഴിയിലും ഓരോ തരത്തിലാണ് ഈ അച്ച് വരാറുള്ളത്. ചിലത് കുറച്ച് നീളം കുറഞ്ഞിട്ടായിരിക്കും, ചിലത് കുറച്ച് വീതി ഉണ്ടാവും ഇതിന്. ഇത് കണ്ടില്ലേ, ഇതാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം സേവനാഴിയിലോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ സേവനാഴിയിൽ നിറച്ച നമ്മുടെ പക്കാവടയുടെ മാവ് ഞാനിപ്പോൾ ഇതിലോട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ
ഇപ്പോൾ ഞാൻ തീ മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഒരു കിലുങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.